2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസ് അംഗങ്ങൾ ഭാഗം 2. ആലുവയിൽ അൻവർ സാദത്ത് തന്നെയാണ് അടുത്ത MLA. അദ്ദേഹത്തിന് 29,143 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. പറവൂരിൽ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ തന്നെയാണ് MLA. 20,600 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് VD സതീശനുള്ളത്. വൈപ്പിനിൽ ടോണി ചെമ്മണിയാണ് പുതിയ MLA. അദ്ദേഹത്തിന് 15,648 വോട്ടുണ്ട്. കൊച്ചിയിലെ MLA മുഹമ്മദ് ഷിയാസ്, അദ്ദേഹം 8,188 വോട്ടിനാണ് ജയിച്ചത്. തൃപ്പൂണിത്തുറയിലെ പുതിയ MLA ദീപക് ജോയിയാണ്. ദീപക് ജോയിക്ക് 18,468 വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത്. എറണാകുളത്തെ MLA TJ വിനോദ് തന്നെയാണ്. 36,163 വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത്. തൃക്കാക്കരയിൽ ഉമാ തോമസ് വീണ്ടും വിജയിച്ചു. ഉമാ തോമസ് MLAയുടെ ഭൂരിപക്ഷം 50,211 വോട്ടാണ്. കുന്നത്തുനാട് ഒരു ഇടവേളയ്ക്ക് ശേഷം VP സജീന്ദ്രൻ വീണ്ടും MLA ആയി. അദ്ദേഹത്തിന് 21,281 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. മൂവാറ്റുപുഴയിലെ MLA മാത്യു കൊഴുനാടൻ തന്നെ. മാത്യു കൊഴുനാടിന് 42,829 വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത്. ദേവികുളത്ത് F രാജയാണ് പുതിയ MLA. അദ്ദേഹത്തിന് 5,233 വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത്. ഉടുമ്പൻചോലയിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു വിജയിച്ചു. അദ്ദേഹമാണ് പുതിയ MLA. അദ്ദേഹത്തിന് 20,021 വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത്. ഇടുക്കിയിൽ റോയ് കെ പൗലൂസിന്റെ ഭൂരിപക്ഷം 23,822 ആണ്. പീരുമേട്ടിലെ കോൺഗ്രസ് MLA അഡ്വക്കേറ്റ് സുരേഖ് തോമസ് ആണ്. സുരേഖ് തോമസിന് 27,634 വോട്ടുണ്ട്. വൈക്കത്തെ പുതിയ MLA K ബിനിമോനാണ്. 1,360 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിനുള്ളത്. ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ് പുതിയ MLA ആവും. അദ്ദേഹത്തിന് 19,752 വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത്. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാണ് MLA. അദ്ദേഹത്തിന് 35,986 വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത്. പുതുപ്പള്ളിയിൽ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ വീണ്ടും വിജയിച്ചു. അദ്ദേഹമാണ് പുതുപ്പള്ളിയിൽ MLA. അദ്ദേഹത്തിന് 52,907 വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത്. കാഞ്ഞിരപ്പള്ളിയിൽ റോണി കെ ബേബി വിജയിച്ചു. അദ്ദേഹത്തിന് 5,772 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. പൂഞ്ഞാറിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ. സെബാസ്റ്റ്യന് 6,693 വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത്. അരൂരിൽ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാന് 9,324 വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത്. ആലപ്പുഴയിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത് AD തോമസ് ആണ്. അദ്ദേഹത്തിന് 21,015 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. ഹരിപ്പാട്ട് MLA ആയി രമേശ് ചെന്നിത്തല തുടരും. അദ്ദേഹത്തിന് 23,377 വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത്. കായംകുളത്ത് അഡ്വക്കേറ്റ് M ലിജുവിന്റെ ഭൂരിപക്ഷം 15,572 ആണ്. റാന്നിയിലെ പുതിയ MLA പഴകുളം മധുവാണ്. അദ്ദേഹത്തിന് 4,344 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. ആറന്മുളയിലെ MLA അബിൻ വർക്കി. അബിൻ വർക്കിക്ക് 18,955 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. അടൂരിൽ അഡ്വക്കേറ്റ് CV ശാന്തകുമാറാണ് പുതിയ MLA. അദ്ദേഹത്തിന് 10,332 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. കരുനാഗപ്പള്ളിയിലെ MLA ആയി CR മഹേഷ് തുടരും. അദ്ദേഹത്തിന് 26,618 വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയാണ് പുതിയ MLA. അദ്ദേഹം മുൻ മന്ത്രി ഗണേഷ് കുമാറിനെയാണ് തോൽപ്പിച്ചത്. അദ്ദേഹത്തിന് 8,310 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. ചടയമംഗലത്ത് MM നസീറാണ് വിജയിച്ചത്. നസീർ തോൽപ്പിച്ചത് മുൻ മന്ത്രി ചിഞ്ചുറാണിയാണ്. 7,486 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നസീറിനുള്ളത്. കുണ്ടറയിൽ PC വിഷ്ണുനാഥ് MLA ആയി തുടരും. അദ്ദേഹത്തിന് 32,564 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. കൊല്ലത്ത് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ MLA ആയി. ബിന്ദു കൃഷ്ണയ്ക്ക് 16,830 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. ചിറയൻകീഴിൽ രമ്യ ഹരിദാസ് ആണ് പുതിയ MLA. അവർക്ക് 1,422 വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത്. വാമനപുരത്ത് മുഹമ്മദ് സുധീർ ഷാ ആയിരിക്കും പുതിയ MLA. സുധീർ ഷായ്ക്ക് 12,185 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. വട്ടിയൂർക്കാവിൽ K മുരളീധരനാണ് ഇപ്പോൾ വീണ്ടും MLA ആയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ജയിച്ച പ്രശാന്തിനെയാണ് അദ്ദേഹം തോൽപ്പിച്ചത്. 5,425 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിനുള്ളത്. കാട്ടാക്കടയിൽ MR ബൈജു വിജയിച്ചു. ബൈജു ആണ് പുതിയ MLA. അദ്ദേഹത്തിന് 7,136 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. കോവളത്തെ MLA ആയി അഡ്വക്കേറ്റ് M വിൻസെന്റ് തുടരും. വിൻസെന്റിന് 32,750 വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത്. നെയ്യാറ്റിൻകരയിലെ പുതിയ MLA N ശക്തനാണ്. ശക്തന് 6,966 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്.